കൊല്ലത്ത് ഞാൻ നല്ല മട്ടനും വെട്ടുകേക്കും കിട്ടുന്ന കടയാണ് 1948 സ്ഥാപിതമായിട്ടുള്ള കേരളപുരത്തെ എഴുത്താണിക്കട. കൊല്ലത്ത് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വന്നത് എഴുത്താണിക്കടയിലാണ്. 7:30 എത്തിയപ്പോഴത്തേനും സാധനം ആയിട്ടുണ്ടെന്നില്ല, അതുകൊണ്ട് തന്നെ 8 ആവും തുറക്കാനെന്നാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാകുന്നത്. 78 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കടയിൽ വെട്ടുകേക്ക് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രത്തോളമൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ ഇതിന് നല്ല ഫാനുള്ള ഏകദേശം 4500 വെട്ടുകേക്ക് ഒരു ദിവസം പോകണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ കട തുറന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ പൊറോട്ട ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ചൂസ് ചെയ്തത് വെള്ളപ്പായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളപ്പം ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വെള്ളപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം പപ്പടം കിട്ടിയിരുന്നു, പിന്നെ മട്ടൻ കറി. ഇതിന് 250 രൂപ കേട്ടോ ഈ ഒരു പ്ലേറ്റിന് വരുന്നത്. പിന്നെ ആ കണ്ടത് നമ്മളെ താറാമുട്ടക്കറിയാണ്. നമ്മുടെ നാട്ടിൽ മുട്ടക്കറി എന്ന് പറയുമ്പോൾ നേരെ കോഴിമുട്ടൽ കിട്ടുക. ഇവിടെ ഈ കൊല്ലം ഈ ഭാഗത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടക്കറിക്ക് പ്രാധാന്യം കൊടുക്കുന്ന താറാമുട്ടക്ക. അതിന് 40 രൂപയായിട്ട് വന്നിട്ട് കറികൾക്കൊക്കെ ചുമന്ന കളർ കണ്ടിട്ട് അത് ഓവറായിട്ട് എരിവുണ്ടെന്ന് വിചാരിക്കേണ്ട. അന്ന് നോർമലി നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തുള്ള എരിവുള്ളത്. പിന്നെ ഇവിടുത്തെ കോമ്പിനേഷൻസ് ഒരു വെറൈറ്റി ആട്ടോ. ഈ മട്ടൻ കറിയും പപ്പടും അതുപോലെ തന്നെ മട്ടൻ കറിയും വെട്ടുകേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ കറി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ വീണ്ടും കറി വേണമെന്ന് വെച്ചിട്ട് അവർ വന്നിട്ടുണ്ടാകും കേട്ടോ. അത് നമുക്ക് സാലന അവർ കൊടുന്നു തരും. കട തുറക്കുന്ന ടൈം വരെ ഞങ്ങൾ മാത്രമേ ഉണ്ടാകുന്നു. കട തുറന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോയിൻസ് പൊറോട്ട പോലുള്ള ചെറിയ പൊറോട്ട ഉണ്ടാകുന്നത്. എനിക്ക് പൊറോട്ടനേക്കാൾ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വെള്ളപ്പം മട്ടൻ കറിയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അത്ര ഒരു വെട്ടുകേക്കിന് അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചമ്മട്ടി ഫുള്ള് വെട്ടുകേക്കായിരുന്നു. അത് 10 മിനിറ്റ് കൊണ്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ. പാർസൽ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട്.